ക്രിക്കറ്റ് എന്ന കളി വികാരങ്ങളുടെ കൂടി കളിയാണ്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലൊരു രാജ്യത്ത്. T20 ലോകകപ്പിന് സൂപ്പർ 8-ൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കയോട് ഇന്ത്യ ഏറ്റുവാങ്ങിയ തോൽവി ആരാധകരെ അത്രമേൽ വേദനിപ്പിച്ചിരിക്കുന്നു. 188 റൺസ് എന്ന വലിയ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ വെറും 111 റൺസിന് കൂടാരം കയറിയപ്പോൾ ആരാധകർ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കളിക്കാരിലും കോച്ചുമാരിലും തിരിയാൻ തുടങ്ങി. ഇതിനിടയിലാണ് ബൗളിംഗ് കോച്ച് മോർണി മോർക്കലിനെതിരെ ചാരൻ എന്ന ഗുരുതരമായ ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. സൂപ്പർ 8-ലെ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ വരിഞ്ഞു മുറുക്കിയിരുന്നു. വെറും 20 റൺസിനിടെ 3 മുൻനിര വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യൻ ബൗളർമാർക്ക് പക്ഷേ ആ ആധിപത്യം നിലനിർത്താനായില്ല. അവിടെ നിന്നാണ് ദക്ഷിണാഫ്രിക്ക 187 എന്ന കൂറ്റൻ സ്കോറിലേക്ക് കുതിച്ചത്. ബൗളിംഗ് കോച്ച് എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ മോർക്കലിന്റെ പ്ലാനുകൾ എന്തായിരുന്നു എന്നതാണ് ആരാധകർ ചോദിക്കുന്നത്. വ്യക്തമായ പ്ലാനിങ്ങുകൾ ഇല്ലാതെ ഇന്ത്യൻ ബൗളർമാർ പന്തെറിഞ്ഞത് ദക്ഷിണാഫ്രിക്കയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ ഇന്ത്യൻ ബൗളർമാരുടെ ദൗർബല്യങ്ങൾ മോർക്കൽ തുറന്നു കാട്ടിയോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിൽ പുകയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വിഭാഗം ആരാധകർ വിശ്വസിക്കുന്നത് മോർക്കൽ ദക്ഷിണാഫ്രിക്കൻ ടീമിന് രഹസ്യ സഹായം നൽകിയെന്നാണ്. ഇന്ത്യയുടെ ഓരോ കളിക്കാരന്റെയും കരുത്തും ബലഹീനതയും മോർക്കലിന് നന്നായി അറിയാം. പ്രത്യേകിച്ച് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ഹോട്ട് സോണുകൾ ഏതാണെന്നും അവർക്ക് എങ്ങനെയുള്ള പന്തുകൾ കളിക്കാനാണ് ബുദ്ധിമുട്ടെന്നും അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ബൗളർമാർക്ക് പറഞ്ഞുകൊടുത്തു എന്ന് ആരാധകർ വാദിക്കുന്നു. ഇന്ത്യയുടെ റൺ ചേസ് പരിശോധിച്ചാൽ ദക്ഷിണാഫ്രിക്ക ബൗളർമാർ ഓരോ ബാറ്റർമാരെയും കൃത്യമായ പ്ലാനോടെയാണ് പന്തെറിഞ്ഞതെന്ന് വ്യക്തമാകും. ഇതിന് പിന്നിൽ മോർക്കലിന്റെ ഉപദേശം ഉണ്ടായിരിക്കാം എന്നതാണ് ആരോപണം. മത്സരത്തിന് പിന്നാലെ പുറത്തു വന്ന 2 ദൃശ്യങ്ങൾ വിവാദം കൊഴിപ്പിച്ചു. ഇന്ത്യൻ ടീം തോറ്റപ്പോൾ ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവിനുമൊപ്പം മോർക്കലും നിരാശനായി തല താഴ്ത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് വെറും അഭിനയമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മത്സരശേഷം യുവ പേസർ അഷ്ദീപ് സിംഗിനോട് സംസാരിക്കുമ്പോൾ മോർക്കലിന്റെ മുഖത്ത് കണ്ട ചെറിയൊരു ചിരി ആരാധകരെ പ്രകോപിപ്പിച്ചു. രാജ്യം ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ ബൗളിംഗ് കോച്ച് പുഞ്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ വിജയത്തിനുള്ള സന്തോഷം കൊണ്ടാണെന്ന് ആരാധകർ വിധിയെഴുതി. ഈ വിവാദത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്. 2024-ലെ T20 ലോകകപ്പ് ഫൈനലിൽ ജയിച്ചു വന്ന ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നാണ് ഇന്ത്യ കിരീടം തട്ടിയെടുത്തത്. അന്ന് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ലോകം അനുഭവിച്ച സങ്കടത്തിന് ഒരു പ്രതികാരം മോർക്കൽ ആഗ്രഹിച്ചിട്ടുണ്ടാകാമെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിലെ ഇതിഹാസമായ മോർക്കലിന് തന്റെ നാടിനോടുള്ള വൈകാരികമായ ബന്ധം ഇന്ത്യൻ ടീമിനോടുള്ള ജോലിയേക്കാൾ വലുതാണെന്നും ഇന്ത്യയെ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ രഹസ്യ അജണ്ടയെന്നും ആരോപണങ്ങൾ ഉയർന്നു. മോർക്കൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി 86 ടെസ്റ്റുകളും 117 ഏകദിനങ്ങളും കളിച്ച മികച്ച ഫാസ്റ്റ് ബൗളറാണ്. IPL-ൽ ലക്നൌവിനൊപ്പം ഗൗതം ഗംഭീറിനൊപ്പം പ്രവർത്തിച്ച പരിചയവുമായാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ബൗളിംഗ് കോച്ചായി എത്തിയത്. ഗംഭീറിന്റെ താല്പര്യപ്രകാരമാണ് ഈ നിയമനം നടന്നതും. എന്നാൽ ഒരു ദക്ഷിണാഫ്രിക്കൻ താരം ഇന്ത്യൻ ടീമിന്റെ തന്ത്രങ്ങൾ മെനയുന്നത് ഇത്തരം നിർണായകമായ മത്സരങ്ങളിൽ തിരിച്ചടിയാകുമെന്ന് ആരാധകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിവാദം യഥാർത്ഥത്തിൽ പ്രൊഫഷണലിസത്തെയും ദേശീയതയും കുറിച്ചുള്ള വലിയൊരു ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വിദേശ കോച്ചുമാർ ലോക ക്രിക്കറ്റിൽ സാധാരണമാണ്. മുൻപ് ജോൺ റൈറ്റ്, ഗാരി ക്രിസ്റ്റൺ എന്നിവർ ഇന്ത്യയെ വലിയ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ടീം മോശം പ്രകടനം നടത്തുമ്പോൾ കോച്ചിന്റെ ദേശീയതയെ വലിച്ചിഴയ്ക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കളിക്കാർ ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം കോച്ചിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് വൈകാരികമായ പ്രതികരണം മാത്രമാണെന്ന് ഒരു വിഭാഗം ക്രിക്കറ്റ് നിരീക്ഷകർ കരുതുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് വിജയം എന്നത് അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടാകും. മോർക്കലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സത്യമാകാൻ സാധ്യത കുറവാണെങ്കിലും ബൗളിംഗ് കോച്ച് എന്ന നിലയിൽ ടീമിന്റെ ദയനീയ പ്രകടനത്തിൽ അദ്ദേഹത്തിന് മറുപടി നൽകേണ്ടി വരും. അടുത്ത മത്സരങ്ങളിൽ ഇന്ത്യ ശക്തമായി തിരിച്ചു വന്നില്ലെങ്കിൽ ഈ വിവാദം മോർക്കലിന്റെ സ്ഥാനത്തിന് തന്നെ ഭീഷണിയായേക്കാം. ക്രിക്കറ്റ് മൈതാനത്തെ പോരാട്ടം പോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ഈ സൈബർ യുദ്ധവും ലോകകപ്പിന്റെ ആവേശം വർദ്ധിപ്പിക്കുന്നു.